ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് പെരട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് ഒരു നാടൻ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇത് നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പത്തിന്റെ കൂടെ ആയാലും ചപ്പാത്തിന്റെ കൂടെ ആയാലും ചോറിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, റെസിപ്പി കാണുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ വളരെ ടേസ്റ്റിയാണിത്. നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ബീഫ് പെരട്ടിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ബീഫ് തന്നെയാണ്. ഇത് നല്ലോണം കഴുകി നമുക്ക് വാർത്ത് വെക്കാം. ഇനി ഇതിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി ഞാനൊരു 10-20 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാനൊരു കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്, 1 വലിയുള്ളി, പിന്നെ ഒരു 2-3 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി കൂടിയാലും ഇഞ്ചി കൂടരുത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ: 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് മസാലകൾ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവ, പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇത് നമുക്ക് അളവൊന്നുമില്ല. പിന്നെ നമുക്ക് 1 തക്കാളി വേണം. പിന്നെ കുറച്ച് തേങ്ങൻ്റെ കഷ്ണം അല്ലെങ്കിൽ തേങ്ങ ചിരകിയത് കുറച്ച് മതി, ഇതും വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്കിത് ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കാം. സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. ഇതിലേക്ക് നമുക്ക് ഉള്ളി എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണേ. വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം, കീറണമൊന്നുമില്ല. ഇത് നമുക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിത് അരക്കാനുള്ള മസാല അരക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് വെളുത്തുള്ളി ചെറിയ ഉള്ളി നമ്മൾ കീറാണ്ട് തന്നെ ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്നും അരിഞ്ഞെടുക്കുന്ന സമയമൊന്നും നമുക്കിതിന് വേണ്ട. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ കഷ്ണം. ഇനി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തേങ്ങ ചിരകണ ബുദ്ധിമുട്ടില്ലല്ലോ, തേങ്ങ കഷ്ണങ്ങളാക്കാനേ. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കും ചെയ്യാം. ഞാൻ 2 എണ്ണ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 തക്കാളി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മസാലകളും കൂടെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല ഇട്ട് ഞാനൊരു 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇത് ചൂടാറണം. മിക്സിയിൽ ഇടണമെങ്കിൽ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ബീഫായി ഇട്ടിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഉലുവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉള്ളി മസാല ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. മിക്സി കഴുകിയ വെള്ളം മാത്രം ഒഴിക്കണുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മസാല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക. ഇനി നമുക്കിതൊന്ന് കുക്കർ അടച്ചു വെക്കാം. കുക്കർ അടിച്ചിട്ട് ഞാനൊരു 4 വിസിൽ വരെ വെക്കുന്നുണ്ട്. നിങ്ങൾ കുക്കർ എത്ര വിസിലാണ് ഇറച്ചി വേവുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ടൈം കൊടുക്കുക. ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിക്കണവർക്ക് അങ്ങനെ ഒഴിക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമ്മൾ കയ്യിൽ വെച്ചിട്ട് കറിവേപ്പില ഒന്നിങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പിലിൻ്റെ സ്മെല്ല് കുറച്ചും കൂടിയും കിട്ടും. ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഉള്ളി താളിച്ച് വയ്ക്കുന്നവർക്ക് അങ്ങനെ വയ്ക്കുക, അല്ലാത്തവർ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മളെ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചു വെക്കാം കുറച്ച് സമയം. എന്നിട്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാം. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേറെ കുറച്ച് ഗ്രേവി തിക്കാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റിക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാലപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ, പൊറാട്ടിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണേലും സെർവ് ചെയ്യാം. ഞാൻ പാലപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉള്ളി താളിച്ചിട്ട് ഒഴിക്കാം. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.